ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല കർക്കിടകമൊക്കെ ആണല്ലേ? ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയും ഒക്കെ ഉണ്ടോ? ഇവിടെ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഇന്നലെ വരെ റെഡ് അലേർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കയറി കിടക്കുകയാണ് കേട്ടോ. ഇവിടെ വയലിലൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ ചെറുതായിട്ട് കുറച്ചൊരു മഴ കുറവുണ്ട്. അപ്പോൾ അത് രാത്രിയൊക്കെ മഴ കുറഞ്ഞതുകൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ വയൽ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ വെള്ളം കയറുമ്പോഴേ കുട്ടികൾ വെള്ളം കാണാൻ പോവാന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ചെളിയിലൊക്കെ ഇറക്കണ്ട എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആങ്ങളെയും നാത്തൂനും കൂടെ ഒന്ന് വന്നപ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യം കേട്ടോ, വെള്ളത്തിലൊക്കെ ഒന്ന് പോകണം എന്നുള്ളൊരു താല്പര്യം. അവരെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഇതേപോലെ വയലും ഇതൊന്നുമില്ല. അവരൊക്കെ ബത്തേരി ടൗണിലാണ്, സുൽത്താൻ ബത്തേരി ടൗണിലാണ് കേട്ടോ. ഇതാണ് നാത്തൂന്. അപ്പോൾ അങ്ങനെ അവർ വന്നപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ ഇറങ്ങി. എല്ലാവരും മഴക്കോട്ടൊക്കെ ഇട്ട് ഇറങ്ങി. എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ലല്ലോ. മഴയാണെങ്കിൽ നല്ല ശക്തിയിലാണ് കേട്ടോ ഇവിടെ മഴ പെയ്യുന്നത്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ചെളിയിലും വെള്ളം കയറിയ സ്ഥലത്തൊക്കെ ഒന്ന് കളിച്ചു. കുട്ടികളൊക്കെ കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ നിന്നൊക്കെ കളിപ്പിച്ച് പിന്നെ ഞങ്ങൾ തോട്ടിലേക്ക് വന്നു കേട്ടോ. തോട് നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷേ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുട്ടികളുടെ മുട്ടിന് താഴെ വെള്ളമുള്ളൂ. കാരണം മണലടിഞ്ഞിട്ടുണ്ട് കേട്ടോ. മണലടിഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇറങ്ങാനും സുഖമാണ്. വലിയ ആഴമൊന്നുമില്ല, അതേപോലെ വലിയ ചെളിയൊന്നുമില്ല. അപ്പോൾ കുട്ടികളും നാത്തൂനും നന്നായിട്ട് ആർമാദിക്കിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. ഞാനും ഇരുന്നു. ഞാനെടുത്ത വീഡിയോ നാത്തൂൻ്റെ ഫോണിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ വെള്ളത്തിലൊക്കെ കുറച്ച് സമയമൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് വന്ന് എല്ലാവരും കുളിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇവിടുത്തെ കർക്കിടക വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങളവിടെ ആ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പം തൊട്ട് മേലെ ഭാഗത്ത്, ഇതിപ്പോൾ റോഡിൻ്റെ ഒരു സൈഡാണേ, റോഡിൻ്റെ നേരെ മറുവശത്ത് അവരവിടെ വയലിൽ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വരമ്പൊക്കെ കുത്തി റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വന്നൊരു ഉണ്ടയാണ് തോന്നുന്നു ഇത്. അപ്പോൾ അവരിങ്ങനെ കൊത്തി തോടിൻ്റെ കരയൊക്കെ വൃത്തിയാക്കുമ്പം തൊട്ടിലേക്ക് ഇട്ടതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിങ്ങനെ ഉരുണ്ട് വരുമ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കാണെങ്കിലും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾ കുറച്ച് സമയം കരയിലേക്കൊക്കെ ഒന്ന് മാറി നിൽക്കുകയും ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ പിറ്റേ ദിവസം സ്കൂളുണ്ടാവും. ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ സ്കൂളും ഉണ്ടാവും. പിന്നെ കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ ഇന്നൊരു ഇലക്കറി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തൻ്റെ ഇലയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ തന്നെ നട്ടു കൊടുത്തതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഇങ്ങനെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മത്തൻ്റെ ഇല എടുക്കുമ്പം ഇതിലിപ്പം നമ്മൾ 3 ഇലയാണ് കേട്ടോ ഉപ്പേരിക്ക് എടുക്കുന്നത്. ഇത് സാധാരണ വെക്കും പോലെ ഒരു ഉപ്പേരിയല്ല. ഇത് ഞങ്ങളുടെ വയനാട്ടിൽ തന്നെ മാനന്തവാടി ഭാഗത്തേക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ളതാണ് കേട്ടോ. മാനന്തവാടി ഭാഗം മുഴുവനായിട്ടില്ല. ഇവിടെ വയനാട്ടിൽ ഞങ്ങൾ വടക്കര് തെക്കര് എന്ന് അങ്ങനെ 2 വിഭാഗമായിട്ട് പറയൂ കേട്ടോ. അപ്പോൾ ഈ 2 വിഭാഗത്തിൻ്റെയും ഫുഡ്, അതായത് ഭക്ഷണ രീതിയും വേറെയാണ്. അതുപോലെ തന്നെ സംസാര രീതിയും വേറെയാണ് കേട്ടോ. അപ്പോൾ ഇത് വടക്കരുടെ സ്റ്റൈലായിട്ടുള്ളൊരു മത്തൻ്റെ ഇല ഉപ്പേരിയാണ്. മത്തൻ്റെ ഇല ഒറ്റയ്ക്കും വെക്കാം. ഞാൻ വെക്കുന്ന പോലെ കർക്കിടകത്തിൽ ഇപ്പോൾ ഞാൻ വെക്കുന്നത് പോലെ 3 തരം ഒരുമിച്ചാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം മത്തൻ്റെ ഇല പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കഴുത്തിൻ്റെ അവിടുന്ന് ഒരു 2 ഇല വിട്ടിട്ട് പിന്നെ ഒരു 2 ഇല അങ്ങനെയാണ് കേട്ടോ പറിച്ചെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ ഇലയും പറിച്ചെടുത്തിട്ടുണ്ട്. അധികം മൂത്ത് പോവരുത്, മൂത്ത് പോവാത്ത ഇലയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര മത്തൻ്റെ ഇല എടുക്കുന്നോ അതിൻ്റെ പകുതി ആയിരിക്കണം നമ്മൾ കുമ്പളത്തിൻ്റെ ഇല എടുക്കേണ്ടത്. പിന്നെ 3ാമതായിട്ട് എടുക്കുന്ന ഇല ഇതാ നമ്മുടെ ചേമ്പല്ല, താളിൻ്റെ ഇലയാണ് കേട്ടോ. ചേമ്പല ആയാലും കുഴപ്പമില്ല, പിന്നെ ചൊറിയാത്ത ചേമ്പലയാണെങ്കിലും നല്ലത്. ഇനി അതല്ല നമ്മുടെ പ്രദേശത്തൊക്കെ കാണുന്ന ചേമ്പുണ്ടല്ലോ, താള്, അതിൻ്റെ ഇലയായാലും കുഴപ്പമില്ല കേട്ടോ. തണ്ടെടുക്കരുത്. തണ്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി അപ്പോൾ അത് വെള്ളം പോലെ ഭയങ്കരമായിട്ട് ലൂസായി പോകും. ഇല മാത്രം ഈ വിരിഞ്ഞ് വരുന്ന ഇലയാണ് കേട്ടോ എടുക്കേണ്ടത്. ആ ഒരു ചെറിയൊരു ഇളമ്പച്ച കളറിലുള്ള ഇല എടുക്കാം. വിരിഞ്ഞാലും കുഴപ്പമില്ല, അതിൻ്റെ ഇളമ്പച്ച കളർ മാറി തനി പച്ചയാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു
നമ്മൾ എടുക്കുന്ന മത്തയിലേൻ്റെ പകുതി കുമ്പള ഇലയും ആ കുമ്പളത്തിൻ്റെ ഇലയുടെ പകുതിയാണ് നമ്മൾ താളിൻ്റെ ഇല എടുക്കേണ്ടത് കേട്ടോ. മൂന്നും ആ ഒരു അനുപാതത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് വന്നിട്ടുണ്ടേ. ഇതായിപ്പോൾ ഇത്ര ഇലയാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇതിപ്പോൾ ഇന്ന് നന്നാക്കിയൊക്കെ വേവിച്ച് വെക്കുകയാണ് ചെയ്യുക. നാളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആക്കുകയും ചെയ്യാം, നമുക്ക് ഉച്ചക്ക് കൂട്ടാനും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നാരൊക്കെ ഒന്ന് ഞാൻ പറിച്ചെടുക്കുന്നുണ്ടേ. കുമ്പളയിലയും മത്തനിലയും അതുപോലെ തന്നെ താളിൻ്റെ ഇലയും ഒക്കെ അതിൻ്റെ നാരൊക്കെ ഒന്ന് ചീന്തി കളഞ്ഞ് നമ്മൾ കഴുകാൻ വേണ്ടി വെള്ളത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇലകൾ നമ്മളെപ്പോഴും ഈ മഴക്കാലമല്ലേ, പ്രത്യേകിച്ചും കർക്കിടകത്തിൽ എന്ത് ഇല ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ നന്നായിട്ട് അകവും പുറവും നോക്കണം കേട്ടോ. ഈ ശലഭങ്ങളൊക്കെ മുട്ടയിടുന്ന ഒരു സമയമാണ്, അതുപോലെ കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ പച്ചിലകൾ ഏതെടുക്കുകയാണെങ്കിലും അകവും പുറവും നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നമ്മളത് കറി വെക്കാൻ ഉപയോഗിക്കുക കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ ഞാനിതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ അധികവും നാടൻ നാടൻ ആഹാര രീതി ആണ് കേട്ടോ. ആ ഒരു തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രുചിക്കൂട്ടുകളും ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ നാട്ടിൽ എന്നല്ല, ഈ വയനാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, വടക്കരുടെ പ്രധാന ഭക്ഷണമാണ് ഇത്. അവർ പ്രധാനമായിട്ടും മത്തൻ്റെ ഇല എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ അവർ കറി വെക്കുന്നത്. സാധാരണ വയനാടിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന്, അതായത് കോഴിക്കോട്, മലപ്പുറം അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് വന്നവരെയൊക്കെ തെക്കരയെന്നും, പിന്നെ കുറ്റ്യാടി അതുപോലെ നാദാപുരം, കണ്ണൂർ ആ ഭാഗത്തു നിന്നൊക്കെ വന്നവരാണെങ്കിൽ അവരെ വടക്കര് എന്നും, അങ്ങനെ ഒരു 2 ശൈലിയാണ് കേട്ടോ ഇവിടെ ഈ വയനാട്ടിൽ തന്നെ. അത് വയനാട്ടിൽ മാത്രമേ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ മറ്റെവിടെയും ഞാൻ അങ്ങനെ പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും അറിവിലുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇലയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 5-6 തവണ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണൊന്നുമില്ല, മരത്തിന് മുകളിലൂടെ പോയ ഇലയാണ് ഞാൻ പറിച്ചിട്ടുള്ളത്. എന്നാലും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ വലുതായിട്ട് അരിയുക കേട്ടോ. ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് അരിയുക. ഞാനത് കാണാൻ വേണ്ടിയിട്ട് വേറെ വേറെ പിടിച്ചു എന്നേ ഉള്ളൂ. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ഇത്ര വലുതായിട്ട് അരിയുമ്പോൾ ആരും വിചാരിക്കണ്ട കേട്ടോ, അയ്യോ ഇതെങ്ങനെ കഴിക്കുന്നൊന്നും. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അവസാനം വരെ വീഡിയോ കണ്ടാൽ മാത്രമേ ആ ട്വിസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ട് കൂട്ടിപ്പിടിച്ച് എരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പി നിങ്ങളുടെ നാട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. ഇതുവരെ ഇങ്ങനെ കഴിക്കാൻ സാധ്യതയില്ല കേട്ടോ. വയനാട്ടുകാരല്ലാത്തവരാണെങ്കിലും വയനാട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിലും ഇങ്ങനെ കഴിക്കാൻ സാധ്യത കുറവാണ്. അപ്പം ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ഇതേപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകും അതിൻ്റെ കൂടെ കല്ലുപ്പുമാണ് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പും കാന്താരി മുളകും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അടച്ച് വെക്കണ്ട കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പം നമുക്കിത് ഈ കാന്താരി മുളകും അല്ലെങ്കിൽ കാന്താരി മുളകില്ലെങ്കിൽ എരിവുള്ള പച്ചമുളക് ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരല്പം എരിവ് ഇതിൽ മുന്നിട്ട് നിൽക്കണേ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഇത് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചപ്പോൾ ഒരു ചീനച്ചട്ടി ഉണ്ടായിരുന്ന സാധനം വെന്ത് വന്നപ്പം കണ്ടോ, ആകെ ഇത്രയേ ഉള്ളൂ, ഒരു 2 സ്പൂണേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് പാകത്തിനായിട്ടൊന്ന് വറ്റി വരണം. നന്നായിട്ട് വറ്റി പോവണമെന്നില്ല. അപ്പോൾ ഒന്ന് നന്നായി വെന്ത് വരുമ്പോൾ പിന്നെ അധിക സമയമായിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. വെന്ത് ഈ ഇലയുടെ കളറൊന്നും അങ്ങോട്ട് മാറിപ്പോകാൻ പാടില്ല. സാധാരണ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ കുറേ സമയം വേവിച്ച് ഈ ഒരു പച്ച കളറൊക്കെ മാറി ഒരു വേറൊരു കളറായി വരുമല്ലോ, ഒരു മഞ്ഞ കലർന്ന ഒരു കളറായി വരും. അങ്ങനെ ആവരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ച കളറിൽ തന്നെ നമുക്കിത് വേവിച്ച് വെച്ചിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ചെറിയ ജാറിലിട്ടോ, ചമ്മന്തി അരക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. നല്ല മഷി പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനിതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ.
ഇനി ഇതൊക്കെ അരച്ചെടുത്ത് ഞാനിത് നാളെ രാവിലെയാണ് കേട്ടോ വറവിടുക. സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പാകത്തിന് ആ ഒരു സമയത്താണ് കേട്ടോ വറവിടുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ വറവിട്ട് വെക്കാം, അതിനും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക് കൂട്ടണമെങ്കിലും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. മൺചട്ടി ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് അതനുസരിച്ച് ചേർക്കാം. അതല്ല കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളവർക്ക് ആ ഒരു വെളുത്തുള്ളി മൂക്കാനുള്ള അത്ര എണ്ണ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തുടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചതച്ച വെളുത്തുള്ളി നമുക്ക് തൊലിയോടുകൂടി ചതച്ചതാണ് കേട്ടോ. തൊലിയോടുകൂടി ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി തൊലി ഉപയോഗിക്കാത്തവരാണെങ്കിൽ ആ തൊലി കളഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി അല്ലി മാത്രം ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഇതാ നന്നായിട്ട് വെളുത്തുള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വെളുത്തുള്ളി മൂത്ത് കിട്ടണേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ വരും. അപ്പം നന്നായിട്ട് വെളുത്തുള്ളി നന്നായിട്ട് നമ്മൾ മിക്സറിലൊക്കെ ചേർക്കാൻ വറുത്തെടുക്കുമ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച നമ്മുടെ ഇലക്കൂട്ടുണ്ടല്ലോ, മത്തനും കുമ്പളത്തിൻ്റെയും അതേപോലെ താളിൻ്റെയും കൂടെ ഇല അരച്ച് വെച്ച ആ ഒരു കൂട്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവ് കുറവുണ്ടെങ്കിൽ, നമ്മൾ വേവിച്ചതിൽ എരിവ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കാന്താരി മുളകൊക്കെ ചതച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ കൂടെ അതും കൂടെ ഒന്ന് മൂത്ത് വരും. അപ്പോൾ അത്യാവശ്യത്തിന് എരിവും കിട്ടും. അപ്പം ഞാൻ ഈ അരച്ച് വെച്ചിട്ടുള്ള മത്തൻ്റെ ഇലക്കൂട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇത്രയും അധികം വെള്ളമൊന്നും ഇല്ലാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അല്പം വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഈ മത്തൻ്റെ ഇല ഇങ്ങനെ ഒന്ന് താളിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ആവശ്യത്തിനായിട്ട് വെള്ളം വറ്റി കിട്ടുകയും ചെയ്യും കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട്. താളിൻ്റെ ഇല ചേർത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ചെറിയ ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് വറവൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മളൊന്ന് അല്പം ഉപ്പൊക്കെ നോക്കുമല്ലോ, അതുപോലെ ഒന്ന് നമ്മൾ കൂട്ടി നോക്കുക. ചെറുതായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ മാത്രം ഒരല്പം പുളി പിഴിഞ്ഞു കൊടുക്കരുത്. ഒരല്പം പുളി ഇതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കതിലേക്ക് ഇതേപോലെ മുഴുവനോടെ ചേർത്ത് കൊടുക്കാം. മുഴുവനോടെ ചേർത്ത് നമ്മളവിടെ അടച്ചു വെച്ചാൽ മതി. ഒന്ന് ഇളക്കിച്ച് തട്ടിപ്പൊത്തി ഒന്ന് ഇളക്കി അടച്ചു വെക്കുക കേട്ടോ. ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഉപ്പേരി വേണ്ടത് ഉണ്ടോ. ചെറിയൊരു നനവ്, ചെറിയൊരു ലൂസിൽ വേണം. പിന്നെ അത് നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് അതിലിരുന്ന് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴേക്കും അതൊന്നും കൂടെ വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കണ്ടോ. വെള്ളമൊക്കെ വറ്റി പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ആ പുളിയും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേക്കും അതിൻ്റെ ആ ചൊറിച്ചിലും മാറിക്കിട്ടും പുളി പിടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഇലക്കൂട്ട് ഉപ്പേരി അതിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞങ്ങളുടെ വയനാട്ടുകാരുടെ പ്രത്യേക കറിയാണ്. വേറെ എവിടുന്ന് നിങ്ങൾക്കിത് കഴിക്കാനും കിട്ടില്ല, നിങ്ങളെവിടെയും കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ വയനാടിൻ്റെ തനത് ചപ്പുപ്പേരിയാണ് ഇത്.